HTML and CSS beginner tutorial സീരീസിന്റെ 19ാമത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ CSSൽ കളർ വാല്യൂ കൊടുക്കുന്ന പല മെത്തേഡ്സ് ആണ് പരിചയപ്പെടാൻ പോകുന്നത്. കൂടാതെ ചില കളർ മെത്തേഡ് ഉപയോഗിച്ച് എങ്ങനെ ട്രാൻസ്പെറന്റ് ഒക്കെ ആക്കാം എന്ന് നമ്മൾ നോക്കുന്നതാണ്. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഏതായാലും ഞാൻ ഇവിടെ ഈ HTML ഫയലിൽ കുറച്ച് ഡിവുകൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവയ്ക്കെല്ലാം ഞാൻ കോമൺ ആയി ബോക്സ് എന്ന ഒരു ക്ലാസ് നെയിം കൊടുത്തിട്ടുണ്ട് എന്ന് നോക്കിയാൽ തന്നെ കാണാം. കൂടാതെ ഓരോന്നിനും ഓരോ യുണീക്കായ ഒരു ക്ലാസ് നെയിം കൂടി കൊടുത്തു വെച്ചിട്ടുണ്ട്. ബോക്സ് 1, ബോക്സ് 2, ബോക്സ് 3 എന്നിങ്ങനെ. ഇനി നമ്മൾക്ക് ഇതിൻ്റെ CSSലേക്ക് വരാം. ഇവിടെ ഞാൻ ബോക്സ് എന്ന ക്ലാസ്സിന് അതിൻ്റെ വിഡ്ത്ത് ഹൈറ്റും ഒക്കെ സ്പെസിഫൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. കൂടാതെ അതിന് ഞാൻ ഫ്ലോട്ട് ലെഫ്റ്റ് എന്നൊക്കെ കൊടുത്ത് ഈ കാണുന്ന വിധം ആക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ബോക്സ് 1, ബോക്സ് 2, ബോക്സ് 3 അങ്ങനെയുള്ള ക്ലാസ്സുകൾക്ക് സെപ്പറേറ്റ് ആയി ഓരോ ബാക്ക്ഗ്രൗണ്ട് കളർ അപ്ലൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത്രയും നിങ്ങൾക്കിപ്പോൾ ഇവിടെ കാണാമല്ലോ. ഇവിടെ നമ്മൾ ബാക്ക്ഗ്രൗണ്ട് എന്ന CSS പ്രോപ്പർട്ടിയുടെ വാല്യൂ ആയി കൊടുത്തത് കളർ നെയിംസ് ആണല്ലോ. റെഡ്, ഓറഞ്ച്, യെല്ലോ അങ്ങനെ കളേഴ്സിൻ്റെ നെയിം തന്നെയാണ് ഇവിടെ വാല്യൂ ആയി നമ്മൾ കൊടുത്തത്. ഈ നെയിംസ് ഒക്കെ എവിടെ നിന്ന് കിട്ടുമെന്ന് ചോദിച്ചാൽ W3 സ്കൂൾസിൻ്റെ ഒരു വെബ് പേജ് ഉണ്ട്. അതിൽ നിന്ന് നിങ്ങൾക്ക് നോക്കി ചൂസ് ചെയ്യാവുന്നതാണ്. ജസ്റ്റ് ഗൂഗിൾ എടുത്ത് HTML കളർ നെയിംസ് എന്ന് സെർച്ച് ചെയ്താൽ ഫസ്റ്റ് തന്നെ വരും. ലിങ്ക് ഏതായാലും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഇങ്ങനെ കളർ നെയിം ഉപയോഗിക്കുന്നത് കൊണ്ട് പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല. എന്നാൽ വളരെ സ്പെസിഫിക് ആയ നിങ്ങൾക്ക് വേണ്ട കളറുകൾ ചിലപ്പോൾ ഇങ്ങനെ ഡിഫോൾട്ടായ നെയിമായി അവൈലബിൾ ആയിരിക്കണം എന്നില്ലല്ലോ. ഈ കളർ നെയിംസിന് പകരം ഉപയോഗിക്കാവുന്ന മറ്റു പല മെത്തേഡ്സ് ഉണ്ട്. അവയെക്കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ട ഒരു മെത്തേഡാണ് ഹെക്സാഡെസിമൽ കളർ കോഡ് യൂസ് ചെയ്യുക എന്നത്. ഇത് നമ്മൾ മുന്നേ ഒരു വീഡിയോയിൽ അത്യാവശ്യം ഡീപ്പായി തന്നെ പറഞ്ഞിരുന്നല്ലോ. എന്നാലും പറയാം. പൊതുവെ നമ്മൾ ഒരു 6 ഡിജിറ്റ് ഹെക്സാഡെസിമൽ കോഡാണ് കളർ കോഡായി എഴുതുക. ഇതിൽ ആദ്യത്തെ 2 ഡിജിറ്റ് റെഡ് കളറിനെ സൂചിപ്പിക്കുന്നു, അടുത്ത 2 ഡിജിറ്റ് ഗ്രീൻ കളറിനെ സൂചിപ്പിക്കുന്നു, ലാസ്റ്റ് 2 ഡിജിറ്റ് ബ്ലൂ കളറിനെ സൂചിപ്പിക്കുന്നു. അപ്പോൾ ഈ 3 കളേഴ്സിൻ്റെ വിവിധ കോമ്പിനേഷൻസ് യൂസ് ചെയ്ത് നിങ്ങൾക്ക് ഏത് നിറം വേണമെങ്കിലും ഉണ്ടാക്കാമല്ലോ. ഈ കളർ കോഡ് നമ്മൾ എഴുതുന്നത് ഇങ്ങനെയാണ്. ഒരു ഹാഷ് സൈൻ ഇടുക, എന്നിട്ട് ഈ 6 ഹെക്സ് ഡിജിറ്റ് എഴുതുക. ഇത് മനസ്സിലാക്കാൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പെടുകയൊന്നും വേണ്ട. ജസ്റ്റ് ഗൂഗിൾ എടുത്ത് കളർ പിക്കർ എന്ന് സെർച്ച് ചെയ്താൽ ഒരു കളർ പിക്കർ വരും. അതിൽ നിന്ന് നിങ്ങൾക്ക് വേണ്ട കളർ ചൂസ് ചെയ്താൽ അതിൻ്റെ ഹെക്സ് കോഡ് അവിടെ കാണിച്ചു തരും. അത് കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്താൽ മാത്രം മതി. നമ്മൾക്ക് ഏതായാലും ഇതിൽ ആദ്യത്തെ ബോക്സിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളർ ഇങ്ങനെ ഗൂഗിൾ കളർ പിക്കറിൽ നിന്നും കിട്ടുന്ന ഹെക്സ് വാല്യൂ വെച്ച് റീപ്ലേസ് ചെയ്യാം. സോ അതിനെക്കുറിച്ച് അത്രയും മതി. എന്നാൽ ഈ ഗൂഗിൾ കളർ പിക്കറിൽ നിങ്ങൾ മറ്റു പല വിധത്തിൽ കൂടി കളർ വാല്യൂ റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത് കണ്ടില്ലേ? നമ്മൾക്ക് വേണമെങ്കിൽ ആ വാല്യൂസും യൂസ് ചെയ്യാവുന്നതാണ്. അതെങ്ങനെയെന്ന് നോക്കാം. RGB എന്നെഴുതി ബ്രാക്കറ്റ് അഥവാ പാരന്തീസിസ് ഇടുക. ഈ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ നിങ്ങൾ കോമയിട്ട് റെഡ്, ഗ്രീൻ, ബ്ലൂ എന്നിവയുടെ വാല്യൂ എത്രയാണെന്ന് വെച്ചാൽ അത് എഴുതുക. ഇതിൽ ഓരോ വാല്യൂവും 0 മുതൽ 255 വരെയുള്ള ഒരു സ്കെയിലിലാണെന്ന് മാത്രം ഓർക്കുക. അതായത് ഈ മെത്തേഡ് ഉപയോഗിച്ച് ബ്ലാക്ക് കളർ കൊടുക്കണമെങ്കിൽ 000 എന്ന് കൊടുക്കാം. ഇപ്പോൾ ആ ബോക്സ് ബ്ലാക്ക് ആയത് കണ്ടില്ലേ? ഇനി വൈറ്റ് ആക്കണമെങ്കിൽ എല്ലാത്തിൻ്റെയും വാല്യൂ 255 കൊടുക്കാം. ഇനി ഒരു കാര്യം ചെയ്യാം. ഈ കളർ പിക്കറിൽ ഏതായാലും ഒരു RGB വാല്യൂ കാണിക്കുന്നുണ്ടല്ലോ. നേരത്തെ ബോക്സ് 1ൽ നമ്മൾ പേസ്റ്റ് ചെയ്തത് ആ ഹെക്സ് കോഡായിരുന്നു. നമ്മൾക്ക് ഈ ബോക്സ് 2വിലെ RGBയുടെ ബ്രാക്കറ്റിനകത്ത് ഈ RGB വാല്യൂസ് പേസ്റ്റ് ചെയ്യാം. ഇപ്പോൾ നോക്കൂ, 2 ബോക്സ് സെയിം കളറായി മാറിയിരിക്കുന്നു. ഇനി ഈ RGB മെത്തേഡിലെ ഈ വാല്യൂ ജസ്റ്റ് ഒന്ന് നോക്കുക. ഇതിൽ ആദ്യത്തെ ഈ വാല്യൂ ഹെക്സാഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്താൽ കിട്ടുന്ന 2 ഡിജിറ്റ് വാല്യൂ ആണ് ബോക്സ് 1ൽ നമ്മൾ കൊടുത്ത ഹെക്സ് കോഡിലെ ആദ്യത്തെ 2 ഡിജിറ്റ്. അതുപോലെ തന്നെ ബാക്കി 4 ഡിജിറ്റും. ഈ RGB എന്നതിൽ R for റെഡ്, G for ഗ്രീൻ, B for ബ്ലൂ എന്ന കാര്യം പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. എന്നാൽ ഇതിനെ ഇതിൽ കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആക്കുന്നത് മറ്റൊരു ഫംഗ്ഷനാണ്. RGB എന്നതിന് പകരം RGBA എന്നെഴുതി ബ്രാക്കറ്റ് ഇടുക. ഇത് പറയുന്നത് റെഡ്, ഗ്രീൻ, ബ്ലൂ, ആൽഫ എന്നിവയാണ്. ഇതിലപ്പോൾ നമ്മൾ 4 വാല്യൂ കോമയിട്ട് കൊടുക്കേണ്ടതായുണ്ട്. ആദ്യത്തെ 3 വാല്യൂ നമ്മൾ മുകളിൽ പറഞ്ഞ പോലെ റെഡ്, ഗ്രീൻ, ബ്ലൂ എന്നിവയെ സൂചിപ്പിക്കാൻ. അത് 0 മുതൽ 255 വരെ ഏതുമാവാം. എന്നാൽ ഈ ആൽഫ വാല്യൂ ആയി നമ്മൾ കൊടുക്കേണ്ടത് 0ക്കും 1നും ഇടയിൽ വരുന്ന ഒരു ഫ്രാക്ഷണൽ നമ്പറാണ്. അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവാം, എന്താണ് ഈ ആൽഫ എന്ന്? ആൽഫ എന്ന് വെച്ചാൽ ഒപ്പാസിറ്റി പോലെ തന്നെയുള്ള ഒരു പ്രോപ്പർട്ടിയാണ്. അതായത് ആൽഫ വാല്യൂ ആയി ഞാൻ ഇവിടെ 1 കൊടുത്താൽ അത് ഫുള്ളി ഒപ്പേക്ക് ആണെന്ന് പറയാം. അതായത് അത് ഒട്ടും ട്രാൻസ്പെറൻ്റ് അല്ല എന്ന് പറയാം. ഇനി ആൽഫ വാല്യൂ 0 കൊടുത്താൽ അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് കളർ അവിടെ ഉള്ളതായി തന്നെ കാണില്ല.
അതായത് ആ കളർ ഫുള്ളി ട്രാൻസ്പെറൻ്റ് ആണെന്ന് പറയാം. ഇനി ആൽഫ വാല്യൂ ആയി 0.5 കൊടുത്താൽ അത് സെമി ട്രാൻസ്പെറൻ്റ് ആകുന്നു എന്നും പറയാം. ഇതിൻ്റെ ഒരു ഉപയോഗം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഉള്ളിലൂടെ ഈ ബോക്സിൻ്റെ പുറകിലുള്ള ഇമേജോ കളറോ ഡിവുകളോ കണ്ടൻറ്റോ ഒക്കെ കാണാൻ കഴിയുന്ന വിധം ഡിസൈൻ ചെയ്യാൻ കഴിയും എന്നതാണ്. എന്നാൽ ഒപ്പാസിറ്റി എന്ന പ്രോപ്പർട്ടി യൂസ് ചെയ്താൽ അത് ആ എൻറ്റയർ എലമെൻറ്റിലുള്ള കണ്ടൻ്റ് അടക്കം ട്രാൻസ്പെറൻ്റ് ആക്കുന്നു. പക്ഷേ ഈ ബാക്ക്ഗ്രൗണ്ട് കളർ RGBA യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ആ ബാക്ക്ഗ്രൗണ്ട് കളറിനെ മാത്രം ആണ് ട്രാൻസ്പെറൻ്റ് ആക്കുന്നത്. ഇത് കുറച്ചുകൂടി ക്ലിയർ ആകാൻ വേണ്ടി നമ്മൾക്ക് ഈ ബോഡി സ്റ്റൈൽ ചെയ്ത് ഒരു ബാക്ക്ഗ്രൗണ്ട് ഇമേജ് ആഡ് ചെയ്യാം. ഇനി ഈ ബോക്സ് ശ്രദ്ധിച്ചു നോക്കൂ. ഇതിൻ്റെ ഉള്ളിലൂടെ ബാക്ക്ഗ്രൗണ്ട് കാണുന്നുണ്ടല്ലോ, ഇത് തന്നെയാണ് ഇതിൻ്റെ യൂസ്. ഇനി അടുത്ത മെത്തേഡ് നോക്കാം. അതാണ് HSL എന്ന് പറയുന്നത്. ഇത് ഹ്യൂ സാച്ചുറേഷൻ ലൈറ്റ്നെസ് എന്നതിൻ്റെ ചുരുക്കമാണ്. RGB പോലെ തന്നെയാണ് ഇതിൻ്റെ വർക്കിംഗ്. ഹ്യൂ വാല്യൂ, സാച്ചുറേഷൻ വാല്യൂ, ലൈറ്റ്നെസ് വാല്യൂ എന്നിങ്ങനെ ഓർഡറിൽ കോമ ഇട്ട് കൊടുക്കുക. സിമ്പിൾ. ഇത് ആക്ച്വലി കളർ വീൽ ബേസ് ചെയ്തുള്ള ഒരു മെട്രിക് ആണെന്ന് പറയാം. ഹ്യൂ വാല്യൂ 0 മുതൽ 360 വരെയാണ്. ഇവിടെ ഞാനിപ്പോൾ ഹ്യൂ വാല്യൂ 360 എന്നും സാച്ചുറേഷൻ വാല്യൂ 100% എന്നും ലൈറ്റ്നെസ് വാല്യൂ 50% എന്നും കൊടുക്കുന്നു. ഇപ്പോൾ ഇത് റെഡ് കളറാണല്ലോ. ഇനി ഈ 360 മാറി 150 കൊടുത്താൽ അതൊരു ഗ്രീനിഷ് കളറാകുന്നു. ഇങ്ങനെ മാറി മാറി കൊടുക്കാം. അതായത് കളർ വീലിൽ 0 ഡിഗ്രി മുതൽ 360 ഡിഗ്രി വരെ ഉള്ളതിൽ ഏത് ഡിഗ്രിയിൽ ഉള്ള കളർ വേണം എന്നാണ് ഇവിടെ നമ്മൾ കൊടുക്കുന്ന വാല്യൂ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്ത വാല്യൂ സാച്ചുറേഷൻ ആണ്. ഇതെന്താണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. കളർ എത്രമാത്രം സാച്ചുറേറ്റഡ് ആയിരിക്കണം എന്നുള്ളതാണിത്. സാച്ചുറേഷൻ 0 മുതൽ 100% വരെയാണ് പൊതുവെ കൊടുക്കാറുള്ളത്. ഇതിൽ ഈ കാര്യം ശ്രദ്ധിക്കുക. ആദ്യത്തെ വാല്യൂ യൂണിറ്റ് ഒന്നും കൊടുക്കാറില്ല. രണ്ടാമത്തെയും മൂന്നാമത്തെയും വാല്യൂ പെർസെൻറ്റ് വാല്യൂ ആണെന്ന് ഓർക്കുക. ഈ സാച്ചുറേഷൻ വാല്യൂ 0% കൊടുത്താൽ ഏതു കളറാണെങ്കിലും അത് ഗ്രേ ആവും. ഇത് നമ്മൾക്ക് 100% തന്നെ കൊടുക്കാം. ഇത് 50% കൊടുത്താൽ സാച്ചുറേഷൻ കുറഞ്ഞു വരുന്നത് കാണാം. ഇനി ലാസ്റ്റ് വാല്യൂ ലൈറ്റ്നെസ്. പൊതുവെ ഇതിൻ്റെ വാല്യൂ 50% ആണ് കൊടുക്കാറ്. അതാണ് ഡിഫോൾട്ട് വാല്യൂ. ഇത് 100% ആക്കിയാൽ കളർ ലൈറ്റായി അവസാനം വൈറ്റായി മാറും. 0% ആക്കിയാൽ ഡാർക്കായി അവസാനം ബ്ലാക്കായി മാറും. സിമ്പിൾ. ഇനി ഇതിൻ്റെ കൂടെ ആൽഫ കൂടി വേണമെങ്കിൽ നമുക്ക് പറയാം. HSLA എന്നാക്കി ഇതിൻ്റെ ഉള്ളിൽ കോമയിട്ട് ഒരു ആൽഫ വാല്യൂ നേരത്തെ കൊടുത്ത പോലെ ഇവിടെ കൊടുക്കാവുന്നതുമാണ്. എന്തായാലും പ്രധാനപ്പെട്ട കളർ മെത്തേഡ്സ് ഒക്കെ പറഞ്ഞു. ഇവയൊക്കെ യൂസ് ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ല എങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. സംശയങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റ് ചെയ്യുക. എക്സൈറ്റിംഗ് ആയ കൂടുതൽ വീഡിയോകളുമായി വീണ്ടും കാണുന്നതുവരേക്കും ദിസ് ഈസ് മീ നിവേദ് കന്നഡ സൈനിങ് ഓഫ്.